ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2024 മെയ്യിലെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ്. ഇത് നമ്മൾ കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കണം. വരുന്ന പരീക്ഷകളിലെല്ലാം വരാൻ ചാൻസ് ഉള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണേ. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മെയ്യിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ഫുജിയാൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നടൻ ബെർണാഡ് ഹിൽ. ആരാണ് ബെർണാഡ് ഹിൽ? 2025 ജനുവരി 1 മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളം. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം മാരീച്ച്. 2024 മെയ് കനത്ത മഴ മൂലം നിരവധി മരണവും നാശനഷ്ടവും സംഭവിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? ബ്രസീൽ. കേരളത്തിൽ എവിടെയാണ് എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം സ്ഥാപിതമാകുന്നത്? കൊച്ചി. ലണ്ടൻ നഗരത്തിന്റെ മേയറായി മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെട്ട പാക് വംശജൻ സാദിഖ് ഖാൻ. ആരാണ് സാദിഖ് ഖാൻ? സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫൈഡ് ട്രാഫിക് സ്റ്റേഷൻ ആകാനൊരുങ്ങുന്നത് തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സ്റ്റേഷൻ. അടുത്തിടെ നാഡയുടെ വിലക്ക് ഏർപ്പെടുത്തിയ ഗുസ്തി താരം ബജരംഗ് പുനിയ. 2024-20 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി ഏതാണ്? ബംഗ്ലാദേശ്. ലോക ആസ്മ ദിനം എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച, അതായത് മെയ് 7. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാര ജേതാവ് ഹരിഹരൻ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം വോട്ടെടുപ്പ് എന്ന് 2024 മെയ് 7. ഇന്ത്യക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തുന്ന ഏറ്റവും പ്രായമേറിയ വനിതാ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ആശാ ശോഭന. ആരാണ്? ആശാ ശോഭന. അടുത്തിടെ അന്തരിച്ച അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മുൻ പരിശീലകൻ ആരാണ്? സെസാർ ലൂയിസ് മെനോട്ടി. അടുത്തിടെ അന്തരിച്ച പ്രമുഖ മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ഹരികുമാർ. 2024 യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത് ഗാസ വംശ റിപ്പോർട്ട് ചെയ്ത ഫലസ്തീൻ മാധ്യമ പ്രവർത്തകർക്ക്. ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകം പല മതസാരവുമേകം. ജലജീവൻ പദ്ധതി നടത്തിപ്പിൽ കേരളത്തിന്റെ സ്ഥാനം 31ാം സ്ഥാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വിലക്ക് വേണ്ടെന്ന് വെച്ചത് ഏത് പൂക്കൾക്കാണ്? അരളിപ്പൂവ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം മെയ് 8. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം. ഇന്ത്യയിലെ ചൈനീസ് സ്ഥാനപതി ഫെയ് ഹോങ്. ആരാണ്? ഫെയ് ഹോങ്. 2024 ഏപ്രിൽ ചരക്കു സേവന നികുതി പ്രതിമാസ വരുമാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായത് മഹാരാഷ്ട്ര. 14ാമത് ദാദാസാഹേബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരം ലഭിച്ചത് രാകേഷ് നാരായണൻ. അടുത്തിടെ US-ൽ റിപ്പോർട്ട് ചെയ്ത COVID-19 വേരിയന്റ് ഫ്ലിട്ട്. ഇസ്രായേലിലെ പ്രവർത്തനം നിലച്ച ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ള വാർത്താ ചാനൽ അൽ ജസീറ. 2024 മെയ്യിൽ കനത്ത മഴ മൂലം നാശനഷ്ടങ്ങളുണ്ടായ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സലീമ ടെറ്റെ. ആരെയാണ്? സലീമ ടെറ്റെ. ഫോർമുല 1 കരോട്ട മത്സരമായ മയാമി ഗ്രാൻഡ് പ്രിയറിലെ ജേതാവായത് ലാൻഡോ നോറിസ്. ആരാണ്? ലാൻഡോ നോറിസ്. 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. ഏതാണ്? തിരുവനന്തപുരം.
അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാള ഹിന്ദി ചലച്ചിത്ര സംവിധായകൻ സംഗീത് ശിവൻ. ആരാണ്? സംഗീത് ശിവൻ. സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോൺ സ്വിന്നി. ആരാണ്? ജോൺ സ്വിന്നി. കാൽനൂറ്റാണ്ടായി പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും മാറി മാറി റഷ്യ അടക്കി ഭരിച്ചുകൊണ്ട് 5ാം തവണ അധികാരമേറ്റത് വ്ളാഡിമിർ പുടിൻ. ആരാണ്? വ്ളാഡിമിർ പുടിൻ. പുളിറ്റ്സർ പുരസ്കാരം 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്ക് ടൈംസ്. പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയിലൂടെ ആധുനികവൽക്കരണത്തിനും പരിഷ്കരണത്തിനുമുള്ള കേന്ദ്ര പദ്ധതി സ്മാർട്ട് PDS. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണം മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. വ്യാഴത്തിന്റെ ഉപഗ്രഹമായി യൂറോപ്പയെക്കുറിച്ച് പഠിക്കാൻ ലക്ഷ്യം വെച്ച നാസയുടെ ദൗത്യം യൂറോപ്പ ക്ലിപ്പർ. ഏതാണ്? യൂറോപ്പ ക്ലിപ്പർ. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? തൃശൂർ. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ ഒരുങ്ങുന്ന ബാങ്ക് കേരള ബാങ്ക്. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്തതെന്ന് മെയ് 25. 2024 മെയ്യിൽ 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആരാണ്? വർഗീസ് കോശി. വർഗീസ് കോശി. ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ദുർഗാ പ്രസാദ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ കൺട്രോളർ സെക്യൂർ IoT. ജീവനക്കാരുടെ കൂട്ടായ സമരം മൂലം ഏത് കമ്പനിയുടെ വിമാന സർവീസുകളാണ് 2024 മെയ്യിൽ ശ്രദ്ധിക്കപ്പെട്ടത്? എയർ ഇന്ത്യ എക്സ്പ്രസ്. ഏതാണ്? എയർ ഇന്ത്യ എക്സ്പ്രസ്. ആസ്ട്രോസെനക്ക എന്ന ഫാർമ കമ്പനി വിപണിയിൽ നിന്ന് പിൻവലിച്ച COVID-19 വാക്സിൻ കോവിഷീൽഡ്. ഏതാണ്? കോവിഷീൽഡ്. ഒരു രാജ്യത്തേക്ക് വിദേശത്തുള്ള പൗരന്മാർ $10,000 കോടി പ്രവാസി പണം നേടുന്ന ആദ്യ രാജ്യമെന്ന നേട്ടം കൈവരിച്ചത് ഇന്ത്യ. IPLൽ ഏറ്റവും വേഗത്തിൽ 200 സിക്സറുകൾ നേടുന്ന താരമായത് സഞ്ജു സാംസൺ. ദേശീയ സാങ്കേതിക വിദ്യാ ദിനം മെയ് 11. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദുൾ. 2024 MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന 8ാമത് MK സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയത് ഡോക്ടർ S സോമനാഥ്. കമുക്കറ ഫൗണ്ടേഷന്റെ 2024 കമുക്കറ സംഗീത പുരസ്കാരത്തിന് അർഹനായത് ജെറി അമൽ ദേവ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാകുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തിടെ പ്രകാശനം ചെയ്ത ക്വാണ്ടം ബോഡി ദി ന്യൂ സയൻസ് ഓഫ് ലിവിംഗ് എ ലോങ്ങർ ഹെൽത്തിയർ മോർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകം രചിച്ചത് ദീപക് ചോപ്ര. ആരാണ്? ദീപക് ചോപ്ര. റഷ്യയുടെ പ്രധാനമന്ത്രി മിഖായിൽ മിഷുസിൻ. അടുത്തിടെ അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഗുസ്തി താരം ആരാണ്? ബജരംഗ് പുനിയ. ബജരംഗ് പുനിയ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തി സംഗീത് ശിവൻ. ആരാണ്? സംഗീത് ശിവൻ. ചട്ടമ്പി സ്വാമിയുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമിയുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാ? ശ്രീകണ്ഠേശ്വരം, തിരുവനന്തപുരത്ത്. ലോക മാതൃദിനം മെയ് 12. മെയ് 12 ലോക മാതൃദിനം. പാകിസ്ഥാൻ അതിർത്തിയിൽ നിരീക്ഷണം ശക്തിപ്പെടുത്താൻ കരസേനയ്ക്ക് കരുത്തായി ആഭ്യന്തരമായി നിർമ്മിച്ച ഡ്രോണാണ് ഹെർമിസ് 900 സ്റ്റാർലൈനർ. രാജ്യത്തെ ആദ്യ സൗരോർജ ബോട്ട് ഇന്ദ്ര. ഈ വർഷം അവസാനത്തോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇംഗ്ലണ്ട് പേസ് ഇതിഹാസം ജെയിംസ് ആൻഡേഴ്സൺ. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ട്. 2024 ഏപ്രിലിൽ സൗദി അറേബ്യയിൽ സ്ഥിരീകരിച്ച COVID-19 വൈറസിന് സമാനമായ വൈറസ് രോഗം MERS
2024 മെയ്യിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളോടുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? ഹൃദ്യം. 2024 മെയ്യിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെയുള്ള UN ട്രസ്റ്റ് ഫണ്ടിന് ഏറ്റവും കൂടുതൽ ധനസഹായം നൽകിയ രാജ്യം ഖത്തർ. 2024 ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം ലഭിച്ചത് നീരജ് ചോപ്ര. കുടുംബശ്രീ ദിനം മെയ് 17. ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസ താരം സുനിൽ ഛേത്രി. ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ രാജ്യത്ത് 1ാമത് MG സർവകലാശാല. സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ലോറൻസ് വോങ്. 2024 ജനുവരി മാർച്ച് കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ജമ്മു കാശ്മീർ. അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ബാബർ അസം. ഇപ്പോഴത്തെ റിവേഴ്സ് റിപ്പോ നിരക്ക് 3.5%. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് 2024 മെയ് 15. ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് സ്പീഷീസ് ബാർബഡോസ് ത്രെഡ്സ് നേക്ക്. ഏതാണ്? ബാർബഡോസ് ത്രെഡ്സ് നേക്ക്. അന്താരാഷ്ട്ര പ്രകാശ ദിനം മെയ് 16. കേരള ബാങ്കിന്റെ പരസ്യ ചിത്രം കരുതൽ. AFI പ്രസിഡന്റ് അദിൽ സുമരിവാല. ആരാണ്? അദിൽ സുമരിവാല. അടുത്തിടെ വെടിയേറ്റ സ്ലോവാക്യൻ പ്രസിഡന്റ് ആരാ? റോബർട്ട് ഫീക്കോ. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനു പാം ഡോർ പുരസ്കാരം ലഭിച്ചത് മെറിൽ സ്ട്രീപ്പ്. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കുവാൻ 1 വർഷം നീണ്ടു നിൽക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? മൈൻഡ് ബ്ലോവേഴ്സ്. തിരുവനന്തപുരം ആസ്ഥാനമായ സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള പോലീസിന്റെ ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടിയാണ് ചിരി. 2024 മെയ് മാസത്തിൽ മേഴ്സ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം സൗദി അറേബ്യ. ജപ്പാനെ പിന്നിലാക്കി സൗരോർജ ഉൽപാദനത്തിൽ ലോകത്തെ 3ാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ. T20 ലോകകപ്പിന് നെതർലാൻഡ് ടീമിനെ നയിക്കുന്നത് സ്കോട്ട് എഡ്വേർഡ്സ്. ആഗോള കുടുംബ ദിനം മെയ് 15. ടേബിൾ ടെന്നീസ് റാങ്കിൽ ആദ്യ 25-ലെത്തുന്ന 1ാമത്തെ ഇന്ത്യൻ വനിതയായത് മനിക ബത്ര. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ സാഹിത്യകാരിയും നോബൽ ജേതാവുമായ വ്യക്തി ആലിസ് മൺറോ. സംസ്ഥാനത്തെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് കൊല്ലം. അടുത്തിടെ അന്തരിച്ച ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് AA റഷീദ് ആണ്. ഇന്ത്യക്കാർക്കിടയിൽ ഏറ്റവും വേഗത്തിൽ 1000 IPL റൺസ് നേടുന്ന താരമായത് സായ് സുദർശൻ. IPL സീസണിലെ പ്ലേ ഓഫ് യോഗ്യത നേടുന്ന ആദ്യ ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ജൂലൈ 10 വെസ്റ്റ് ഇൻഡീസിനെതിരെ ലോർഡ്സിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തോടെ 20 വർഷം നീണ്ടുനിന്ന തന്റെ രാജ്യാന്തര കരിയറിന് തിരശ്ശീലയിടുമെന്ന് പ്രഖ്യാപിച്ചത് ജെയിംസ് ആൻഡേഴ്സൺ. ഇംഗ്ലണ്ടുകാരനാണ്. വനിതകളുടെ 1500 മീറ്ററിൽ ദേശീയ റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ചത് KM ദീക്ഷ. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡി ഓർ പുരസ്കാരത്തിനായി മത്സരിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ലൈറ്റ്. SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാര ജേതാവ് KP രാമനുണ്ണി. ആരാണ്? KP രാമനുണ്ണി. അടുത്തിടെ 10 വർഷത്തേക്ക് ചാബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പിൽ ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ് സഹകരിക്കുന്നത്? ഇറാൻ. ഇന്ത്യയുടെ 85ാം ഗ്രാൻഡ് മാസ്റ്റർ ശ്യാം നിഖിൽ. അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം മൗണ്ട് ഇബു. ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം നെല്ലി എംബ്ലിക്ക ചക്രബർത്തിയ.
2024 മെയ്യിൽ ഹിദായ ചുഴലിക്കാറ്റ് വീശിയ രാജ്യങ്ങൾ കെനിയ, ടാൻസാനിയ. മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം തുളസി വനം ആർ രാമചന്ദ്രൻ. സൗരോർജ ഉൽപാദനത്തിൽ ലോകത്ത് 3-ാം സ്ഥാനം നേടിയത് ഇന്ത്യ. 2024 മെയ്യിൽ അന്തരിച്ച ലോകത്ത് ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച വ്യക്തി റിച്ചാർഡ് സ്ലേമാൻ, USA. അന്താരാഷ്ട്ര മ്യൂസിയം ദിനം മെയ് 18. 2024 മെയ്യിൽ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാബായ്. ആരാണ് മേരി രത്നാബായ്? 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീൽ. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായത് കപിൽ സിബൽ. കുട്ടികളിലൂടെ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് ശുചിത്വ സുന്ദരം കേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടി ശുചിത്വോത്സവം. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ എത്രാം വാർഷികമാണ് 2024 മെയ്യിൽ ആഘോഷിക്കുന്നത്? 50. 2024 മെയ്യിൽ അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ജില്ല മലപ്പുറം. 2024 മെയ്യിൽ ഓപ്പൺ AI പുറത്തിറക്കിയ AI മോഡൽ GPT-4o. ജൂൺ 2 മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം കേരളം. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പവലിയന്റെ പുതിയ പേര് ഭാരത് പവലിയൻ. സ്കൂൾ പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാൻ നടപ്പാക്കിയ പദ്ധതി സ്പ്ലാഷ്. ഏതാണ് സ്പ്ലാഷ്? കേരളത്തിന്റെ മാംഗോ സിറ്റി മുതലമട. താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. പൊതു ഇടങ്ങളിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ശുചീകരിച്ചു സൗന്ദര്യവൽക്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതി സ്നേഹാരാമം. സ്നേഹാരാമം. രാജ്യത്തെ വലിയ 3ാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് വിഴിഞ്ഞം. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 10 വർഷം ദൈർഘ്യമുള്ള ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം USA. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ യൂറോപ്യൻ രാജ്യം നെതർലാൻഡ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നേരായ റോഡായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് അംഗീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഹൈവേ ആണ്? സൗദി അറേബ്യ. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണൽ ആയി പ്രഖ്യാപിച്ച തുരങ്കം സെല ടണൽ. ഏതാണ് സെല ടണൽ? 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് സ്കോട്ട്ലൻഡ് ടീമിനെ മുഖ്യ സ്പോൺസറാകുന്ന ഇന്ത്യൻ ബ്രാൻഡാണ് നന്ദിനി. ലോക തേനീച്ച ദിനം മെയ് 20. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിൽ തുടർച്ചയായ 4ാം തവണയും ജേതാക്കളായത് മാഞ്ചസ്റ്റർ സിറ്റി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ഐസ്ക്രീം മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറ. 2024 മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് മരണപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ലാ മൊറേനാഡ നൃത്തരൂപത്തിന്റെ ഉത്ഭവത്തെ ചൊല്ലിയുള്ള അവകാശവാദത്തിൽ തർക്കത്തിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാ? പെറു, ബൊളീവിയ. തായ്ലാൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയത് സ്വാതിക് ചിരാഗ് സഖ്യത്തിന്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാടെക്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള ദി ഗ്രേറ്റ് സ്പ്രിംഗ് ലോ ലണ്ടൻ. ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. ആരാണ്? സുനിൽ ഛേത്രി. ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.